കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും ഭാഗ്യം ചെന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള CPI എന്നായിരിക്കും. കേരളത്തിലെ പ്രധാനമായ 3 മുന്നണികളിലെയും രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അവർക്കുണ്ട്. ആവശ്യത്തിലധികം സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനും അതുപോലെ തന്നെ ആവശ്യത്തിലധികം വിമർശനങ്ങൾ സ്വന്തം മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കെതിരെ ഉന്നയിക്കാനുമുള്ള ഒരു പ്രത്യേക അധികാരം അത് CPIക്ക് അവകാശപ്പെട്ടതാണ്. CPIയിൽ നിന്ന് വേർപിരിഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപമെടുത്തതെങ്കിലും ആ പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറി. CPMന്റെ മാതൃപാർട്ടിയായ CPI കേരളത്തിൽ നാൾക്കുനാൾ ശോഷിച്ചു വരുന്ന അവസ്ഥയിലും. നിലവിൽ കേരളത്തിലെ ഏതൊരു ലോക്സഭാ മണ്ഡലമോ നിയമസഭാ മണ്ഡലമോ ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡോ എടുത്താൽ തന്നെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ CPIക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. എല്ലാ വാർഡുകളിലും LDF കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. LDF കമ്മിറ്റി എന്ന് പറഞ്ഞാൽ CPM അംഗങ്ങളും CPI അംഗങ്ങളും അതുപോലെ തന്നെ മറ്റു ഇടതുപക്ഷ പാർട്ടിയിലെ അംഗങ്ങളുമൊക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി. എന്നാൽ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് CPMകാർ മാത്രം ഉൾപ്പെട്ട LDF കമ്മിറ്റികളാണ്. പേരിന് ചിലപ്പോൾ 1-2 CPIക്കാർ കമ്മിറ്റിക്കുള്ളിൽ ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു ജനങ്ങളുടെ മുന്നിലെത്താനോ അതുപോലുള്ള മറ്റു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഇവരെ കാണാൻ കഴിയില്ല. മത്സരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരനായാൽ പോലും ഇത്തരക്കാർ രംഗത്തിറങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPMകാർ തങ്ങളുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥി അത് CPM സ്ഥാനാർത്ഥിയാകണമെന്നില്ല, മറ്റ് ഏത് പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായാലും അവർക്ക് വേണ്ടി വിയർപ്പൊഴുക്കി പ്രവർത്തിക്കുമ്പോൾ LDF മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയുടെ നേതാക്കൾ ഏതെങ്കിലും 1-2 LDF യോഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലായി. ഇതാണ് കേരളത്തിൽ ഇടതുമുന്നണിയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് CPM ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തോളൂ, ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ് അവരുടെ രീതി. ഇതൊക്കെയാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ, അതായത് എടുത്തു പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. CPIയുടെ വിയോജിപ്പ് വകവയ്ക്കാതെ CPMന്റെ നേതൃത്വത്തിൽ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ 3/4 മണിക്കൂറോളം നീണ്ട ബിനോയ് വിശ്വം മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ വിഷയത്തിൽ CPIയുടെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തരമായി ചേർന്നു. K രാജൻ, GR അനിൽ, P പ്രസാദ് എന്നിവർ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CPM തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും CPI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. ഈ സാഹചര്യത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്: CPMുമായി തെറ്റിപ്പിരിഞ്ഞ് CPI മുന്നണി വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരിക്കും CPMന്റെയും CPIയുടെയും പിന്നീടുള്ള അവസ്ഥ? ആദ്യമേ പറയാം, ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും PM ശ്രീ പദ്ധതിയുടെ പേരിൽ CPI കടുത്ത നടപടിയിലേക്ക് നീങ്ങില്ലെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. PM ശ്രീയിൽ ചേർന്നാലും കേന്ദ്ര പാഠ്യപദ്ധതി വേണ്ടി വരില്ലെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാട് CPI അംഗീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം CPIയിലെ മറ്റു നേതാക്കന്മാർക്ക് അറിയില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നന്നായി അറിയാം, ഇടതുപക്ഷത്തല്ലാതെ CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊരു നിലനിൽപ്പുണ്ടാവില്ല എന്ന്. ഒരുപക്ഷെ തുടക്കത്തിൽ CPIയെ UDF മുന്നണിയിലേക്ക് ക്ഷണിക്കാനും സ്വീകരിക്കാനും ഒക്കെ ആൾ കാണും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് മാസം 1 കഴിയുമ്പോൾ കാബൂളിവാല സിനിമയുടെ ക്ലൈമാക്സിൽ കന്നാസിനും കടലാസിനും പിന്നെ അവരുടെ കൂട്ടുകാരായ കൊച്ചു കുട്ടികൾക്കും സംഭവിച്ച വിധിയാകും CPIക്ക്. ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം വ്യത്യസ്തനാണ്. ഇടത് ഐക്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ CPMുമായി തെറ്റുന്നത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നുമാണ് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട്. മുസ്ലിം ലീഗിന് പിന്നിൽ 3ാം കക്ഷിയായി UDFന്റെ ഭാഗമാകുന്നത് ആത്മഹത്യാപരമാണെന്ന് ബിനോയ് വിശ്വത്തിന് നന്നായി അറിയാം. ഇക്കാര്യം CPI കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം CPIയുടെ അനുമതി ഇല്ലാതെ രഹസ്യമായി PM ശ്രീയിൽ ഒപ്പിട്ടതിനുള്ള ശക്തമായ എതിർപ്പ് CPMനെ അറിയിക്കണമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. അതല്ലാതെ വെട്ടൊന്ന് മുറി 2 എന്ന സമീപനം LDFൽ വേണ്ട എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം ഇപ്പോഴും കരുതുന്നത്. CPMന് മടുപ്പ് തോന്നുന്ന ദിവസം CPIയുടെ ഭാവി അവസാനിക്കുമെന്ന് നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് ബിനോയ് വിശ്വം. എന്നാൽ ഇവിടെ പ്രശ്നം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബുവിനാണ്. കഴിഞ്ഞ ദിവസം CPMനെ പ്രതിഭാഗത്ത് നിർത്തിക്കൊണ്ട് പ്രകാശ് ബാബു മലയാള മനോരമയുടെ ഓൺലൈനിൽ ഒരു അഭിമുഖം വരെ കൊടുത്തിരുന്നു.
വലിയ ആദർശം വിളമ്പുന്ന പ്രകാശ് ബാബുവിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ PM ഉഷ പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടു കാണാതിരിക്കാൻ വഴിയില്ല. ദേശീയ വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM ഉഷ. 2024 ജനുവരി 16 കേരള കേന്ദ്ര സർക്കാരുകൾ PM ഉഷ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവച്ചു. ദേശീയ വിദ്യാഭ്യാസ നിയമത്തിനനുസൃതമായ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ സംസ്ഥാനത്ത് നടപ്പിൽ വന്നു. PM ഉഷ പദ്ധതിയിൽ ഒപ്പിടാത്തതുകൊണ്ട് UGC ഗ്രാൻറ്റും റൂസ ഫണ്ടും കേന്ദ്രം തരുന്നില്ല എന്ന കാരണത്താലായിരുന്നു കരാറിൽ സംസ്ഥാനം ഒപ്പുവച്ചത്. അന്ന് യാതൊരു ബഹളവും ഉണ്ടായില്ല. പദ്ധതി കേരളത്തിൽ നടപ്പിലായി. സിലബസിലോ കരിക്കുലത്തിലോ തൊടാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അനുവദിച്ചില്ല. 2 വർഷമായി കാര്യങ്ങൾ സ്മൂത്തായി പോവുകയും ചെയ്യുന്നു. സച്ചിദാനന്ദനോ സാറാ ജോസഫോ സംഭവം അറിഞ്ഞോ എന്നറിയില്ല. മനോരമയോ മാതൃഭൂമിയോ കേരളത്തിലെ ഉത്തമ ഇടതുപക്ഷമോ വിപ്ലവ വലതുപക്ഷമോ പ്രതികരിച്ചതായും കണ്ടില്ല. ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് തടഞ്ഞുവയ്ക്കുകയും വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുകയും ചെയ്തപ്പോൾ PM ഉഷയുടെ മാതൃകയിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രോജക്റ്റായ PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു. അതാണ് സത്യം. സിലബസിലോ കരിക്കുലത്തിലോ ഒരു മാറ്റവും അനുവദിക്കില്ല എന്ന് പരസ്യമായി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ CPI എന്ന പാർട്ടിയോടും അവരുടെ നേതാവായ പ്രകാശ് ബാബുവിനോടും എൻ്റെ ചോദ്യം ഇതാണ്: PM ഉഷ ഒപ്പിട്ടപ്പോൾ നിങ്ങളുടെ എതിർപ്പ് എവിടെയായിരുന്നു സഖാവേ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം CPIയുടെ വനിതാ മന്ത്രി ജെ ചിഞ്ചുറാണി ക്യാബിനറ്റ് വിവരങ്ങൾ പരസ്യപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. സംഭവം CPMനെതിരെയുള്ള വിമർശനം തന്നെയാണ്. ഇതേ ചിഞ്ചുറാണി 2023 ജനുവരി 5 തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. ഒരു ഉദ്ഘാടനത്തിൻ്റെ ചിത്രം. ആ ചിത്രത്തിൽ ചിഞ്ചുറാണിക്കൊപ്പം കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല, കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, ഇപ്പോഴത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കീഴിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൻ്റെ ചിത്രമായിരുന്നു അത്. ഇന്ത്യ മുഴുവൻ പശുപരിപാലനത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്. ഈ മൊബൈൽ യൂണിറ്റ് വാഹനങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും ചിഞ്ചുറാണിയുടെയും ചിത്രങ്ങൾ കൂടാതെ നരേന്ദ്രമോദിയുടെ ചിത്രവുമുണ്ട്. മോദി പശുവിനെ ലാളിക്കുന്ന ചിത്രം. ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് പണം വേണമെങ്കിൽ പശുവിനെ തഴുകുന്ന മോദിയുടെ ചിത്രം വയ്ക്കണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ചിഞ്ചുറാണി മറ്റൊന്നും ആലോചിച്ചില്ല. പശുവിനെ തഴുകുന്ന മോദിയുടെ ചിത്രം വാഹനങ്ങളിൽ വയ്ക്കുകയും ചെയ്തു. അന്നില്ലാത്ത എന്ത് നാണക്കേടാണ് ചിഞ്ചുറാണിക്ക് ഇന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അറിയില്ല. അല്ലെങ്കിൽ തന്നെ PM ഉഷ ഒപ്പുവച്ചപ്പോൾ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായത്? പ്രിയപ്പെട്ട CPI സഖാക്കളെ, CPM എന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ മാത്രം കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് CPI. CPMന് നിങ്ങളുമായി കൂട്ടുചേരാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ആയുസ് തീരുമെന്നുള്ള കാര്യമെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPI നേതാക്കൾ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് CPM പ്രവർത്തകർ. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ CPM പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? അവസാനമായി ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. സമൂഹ മാധ്യമങ്ങളിലെ ചില CPI പ്രൊഫൈലുകളിൽ ഇപ്പോൾ കൊണ്ടുപിടിച്ച ഒരു ചർച്ച നടക്കുന്നുണ്ട്. CPIയുടെ ഫട്ടിൻഡ പാർട്ടി കോൺഗ്രസുമായുള്ള സഖ്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും അങ്ങനെ PKV എന്ന PK വാസുദേവൻ നായർ കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയെന്നും അല്ലായിരുന്നെങ്കിൽ CPMന് കേരള ഭരണം കിട്ടാക്കനിയായി തുടർന്നേനെ എന്നുമൊക്കെയുള്ള അവകാശവാദങ്ങളാണ് ഇവർ പോസ്റ്റുകളിലൂടെയും കമൻറ്റുകളിലൂടെയും ഉന്നയിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസുമായി സഖ്യം പിരിയാൻ ഫട്ടിൻഡ സമ്മേളനം തീരുമാനിക്കുന്നു, പിറ്റേന്ന് PKV കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, അതിൻ്റെ പിറ്റേന്ന് CPI ഇടതുമുന്നണി ഉണ്ടാക്കി CPMന് ആ മുന്നണിയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ CPM കഞ്ഞി കുടിച്ചു പോകുന്നു. അങ്ങനെയാണല്ലോ നമുക്ക് തോന്നുക. എന്നാൽ അങ്ങനെയല്ലല്ലോ ചേട്ടപോലെ സംഭവിച്ചത്. CPIയുടെ ഫട്ടിൻഡ കോൺഗ്രസ് നടന്നത് 1978 മാർച്ച് 31 മുതൽ ഏപ്രിൽ 7 വരെയായിരുന്നു. CPI നേതാവ് PK വാസുദേവൻ നായർ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 1978 ഒക്ടോബർ 29 അതായത് ആ സമ്മേളനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് PKV മുഖ്യമന്ത്രിയായത് എന്ന്. അതൊക്കെ രാജിവെക്കുന്നത് 1979 ഒക്ടോബർ 7 നിങ്ങൾ പറയുന്നതനുസരിച്ച് കോൺഗ്രസുമായി സഖ്യം അവസാനിപ്പിക്കാൻ ഫട്ടിൻഡ കോൺഗ്രസിൽ തീരുമാനിക്കുന്നു. ആ തീരുമാനം വന്ന് 7 മാസം കഴിഞ്ഞപ്പോൾ അതേ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ CPI നേതാവ് മുഖ്യമന്ത്രിയാകുന്നു.
ഭട്ടിണ്ട സമ്മേളനത്തിൽ എടുത്ത തീരുമാനം ഉത്തരത്തിൽ വച്ച് അതേ കോൺഗ്രസിന്റെ പിന്തുണയോടെ 1 വർഷം CPI നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നു. വല്ലാത്തൊരു കഥ തന്നെ അല്ലേ സഖാവേ? അപ്പോൾ പിന്നെ ഭട്ടിണ്ട തീരുമാനപ്രകാരമാണ് PKV മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചതെന്ന കഥ എങ്ങനെയാണ് സഖാവേ ശരിയാകുന്നത്?